Assalamualaikum everyone, welcome back to my channel. ഇന്ന് നമ്മൾ കൊഞ്ച് കൊണ്ടൊരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തേങ്ങാപ്പാൽ കൊഞ്ച് റോസ്റ്റ് എന്നാണ് ഞാനിതിന് ഇട്ടേക്കുന്ന പേര്. ഇതിന് വേറെ പേരുണ്ടോയെന്ന് അറിയില്ല. എൻ്റേതായൊരു ടച്ച് കൊടുത്തുണ്ടാക്കിയിരിക്കുന്ന റെസിപ്പിയാണിത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നാരങ്ങാനീര്, ഒരു തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ് എല്ലാം ചേർത്ത് ഒന്ന് വിരവി ഒരു 10-15 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ. 10-15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച കൊഞ്ചിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ കൊഞ്ചൂസിനെല്ലാം പറക്കിയിടുക. നല്ല രീതിയിലൊന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കാം. ഇനി നമ്മൾ അതിൻ്റെ മസാലയാക്കാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഒരു പിടി തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും തേങ്ങാക്കൊത്തും ഒക്കെ ഒന്ന് കളർ മാറി വരുമ്പോഴത്തേക്കും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് കൊച്ചുള്ളി ഉണ്ട്. എത്ര കൊച്ചുള്ളി ഇടുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് ശേഷം നമ്മൾ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൊച്ചുള്ളിയും കറിവേപ്പിലയുടെയും കളറൊന്ന് മാറി വരുമ്പോഴത്തേക്കും നമ്മൾ പച്ചമുളകും തക്കാളിയും കൂടെ ചേർത്ത് നല്ല വഴറ്റിയതിന് ശേഷം 1 സ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് അതിന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കൊഞ്ച് ചേർത്ത് എടുക്കുക. ഇവിടെ തേങ്ങാപ്പാലെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? ഇനിയാണ് നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ വരവ്. അതൊരു 1.5 വരവായിട്ട് ഒരു വാഴയില വട്ടിയതിന് ശേഷം അതിന് നടുക്കായിട്ട് നമ്മുടെ കൊഞ്ച് മസാല ഇട്ട് കൊടുക്കാം. അതൊരു പാനിലോട്ട് മാറ്റാം. വാഴയിലയിലിരിക്കുന്ന നമ്മളെ കൊഞ്ച് റോസ്റ്റിലോട്ട് നല്ല തിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വട്ടത്തിലരിഞ്ഞ സവാളയും തക്കാളിയും പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കിതിനെ മൂടിക്കെട്ടാം. ഒരു 10 മിനിറ്റ് നമുക്ക് ഈ വാഴയിൽ പൊതിഞ്ഞ കൊഞ്ചിനെ ഒന്ന് ആവിയേറ്റിയെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കൊഞ്ച് തേങ്ങാപ്പാൽ റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞിരുന്നു. തേങ്ങാപ്പാലൊക്കെ വറ്റി മസാലയൊക്കെ പിടിച്ച്. അപ്പോൾ ഈ രുചികരമായ കൊഞ്ച് റോസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. വീട്ടിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ കൊഞ്ച് പ്രേമികൾക്ക് ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.